കഴിഞ്ഞ ദിവസം മാനന്തവാടിക്കടുത്ത് ഉദ്ഘാടനം ചെയ്ത പുലിക്കാട്ട് കടവ് പാലത്തിന്റെ ആകാശ ദൃശ്യങ്ങൾ ഇങ്ങനെ വന്നതോടുകൂടി സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൻ ഹിറ്റാണത്. നേരത്തെ ഉണ്ടായിരുന്ന അപകടം പിടിച്ച തൂക്കുപാലമായിരുന്നു. അതിന് പകരം ഈ പുതിയ പാലം വന്നതോടുകൂടി പ്രദേശവാസികൾക്കും ഏറെ ആശ്വാസമാണ്. വയനാട്ടിലെ തിരുനെല്ലിയിൽ കഴിഞ്ഞ വർഷം ഉദ്ഘാടനം ചെയ്ത നെട്ടറ പാലം ഇപ്പോഴൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായതോടെ അതേപോലെ മനോഹരമായൊരു പാലമാണ് മാനന്തവാടിക്കടുത്ത് വാളാട് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. തൊണ്ടർനാട് തവിഞ്ഞാൽ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പുലിക്കാട്ട് കടവ് പാലമാണിത്. ഇവിടെ ഒരു തൂക്കുപാലമാണ് നേരത്തെ ഉണ്ടായിരുന്നത്. അതിന് പകരമാണ് ഈ പാലം നിർമ്മിച്ചത്. 12,63,00,000 രൂപ ചെലവിലാണ് ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ഉമ്മർ ഹാജി എന്നൊരു കോൺട്രാക്ടറാണ് 5 വർഷം കൊണ്ട് ഈ പാലം നിർമ്മിച്ചത്. എന്തായാലും ഈ നാട്ടുകാരെ സംബന്ധിച്ച് ആ പാലം പഴയ ഓർമ്മകളൊക്കെ ഓർക്കുമ്പോൾ വലിയൊരു മാറ്റമാണ് ഈ നാട്ടിൽ ഉണ്ടായിരിക്കുന്നത്. കാരണം നേരത്തെ അവിടെ തോണിക്കടത്തായിരുന്നു. അത് കഴിഞ്ഞ് ഒരു തൂക്കുപാലം നിർമ്മിച്ചു. അതിലൊക്കെ വലിയ അപകടങ്ങളൊക്കെ സംഭവിച്ചതൊക്കെ നാട്ടുകാരുടെ ഓർമ്മയിലുണ്ട്. ഇപ്പോഴെന്തായാലും നാട്ടുകാർ വലിയ സന്തോഷത്തിലാണ്. രണ്ടായിരത്തി 17 വരെ ഈ തൂക്കുപാലം തന്നെയായിരുന്നു. ഈ 2017 നമ്മളെ ബഹുമാനപ്പെട്ട കേളു മിനിസ്റ്റർ വന്നിട്ട് ഈ ഇവിടുത്തെ സിറ്റുവേഷനൊക്കെ കണ്ട് വളരെ വിഷമമായി. ഞങ്ങളെ വിഷമങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ മൂപ്പര് പറഞ്ഞു, ഞാൻ ഭരണത്തിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ഇതിൻ്റെ പണി തുടങ്ങിയിട്ടേ ഞാൻ ഉണ്ടാവുള്ളൂ, എൻ്റെ MLA സ്ഥാനത്ത് നിന്ന് ഞാൻ വിട വാങ്ങുള്ളൂ എന്ന് പറഞ്ഞു. ആ വാക്ക് മൂപ്പര് പാലിച്ചു. റോഡായി പാലമായി ആളുകൾക്ക് അധിവസിക്കാനും യാത്ര ചെയ്യാനും വളരെ യൂസ്ഫുള്ളായി. നല്ല മാറ്റം വന്നു, നല്ല സൗകര്യമായി. ഇപ്പോൾ റോഡും പാലവും ഒക്കെ വന്നുകൊണ്ട് എല്ലാവർക്കും കൊണ്ട് സൗകര്യമായി. വളരെ സന്തോഷമാണ്. കാരണം ഏറ്റവും പ്രധാനമായിട്ട് 2 കരകളിലുള്ള ആളുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തു എന്നുള്ളതാണ്. അതൊരു എന്താ പറയുക, ഒരു സോഷ്യൽ ബൈൻഡിങ് കൂടിയാണ് അതിൽ നടന്നിട്ടുള്ളത്. 11 മീറ്റർ വീതിയിലും 84 മീറ്റർ നീളത്തിലുമാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഈ പാലത്തിന്റെ ഭംഗി എന്ന് പറയുന്നത് ഈ പാലത്തിന്റെ മാത്രമല്ല, ഇതിന്റെ 2 ഭാഗത്തും മനോഹരമായ റോഡാണ്. ഒരു ഭാഗത്ത് മാനന്തവാടി വാളാട് പേരിയ റോഡ് 100 കോടിയിലധികം രൂപ ചെലവഴിച്ച് റീബിൽഡ് കേരള പദ്ധതിയിൽ നിർമ്മിച്ച റോഡാണ്. മറുഭാഗത്ത് ഇതിന്റെ അപ്രോച്ച് റോഡും കൂടി വരുമ്പോൾ ആകാശ ദൃശ്യത്തിലൊക്കെ വളരെ മനോഹരമാണ്. നെട്രപ്പാലം പോലെ തന്നെ വൈറലാകാനും വിനോദസഞ്ചാര കേന്ദ്രമാകാനും സാധ്യതയുള്ള പാലമാണ്. അതോടൊപ്പം നമ്മളോട് ഈ നാട്ടുകാരൊക്കെ പറഞ്ഞതുപോലെ അവരുടെ ജീവിതത്തെ, 2 കരയിലുള്ളവരുടെ ജീവിതത്തെ ബന്ധിപ്പിക്കുന്ന ഒരു സോഷ്യൽ ബൈൻഡിങ് കൂടിയാണ്. കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്. വയനാട്ടിലെ കാര്യമല്ലേ? കമൽ ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കമൽ, ഒരു ദൃശ്യം സോഷ്യൽ മീഡിയയിൽ എത്തുകയാണെങ്കിൽ വൈറലാകാൻ പാകത്തിനുള്ള എല്ലാം ആ ഒരു പാലവും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏരിയയിലുമുണ്ട്. ആ ഒരു പാലം നിൽക്കുന്ന ഇടം, ഇരുവശത്തുമുള്ള റോഡും അല്ലേ, അതും അത്രയും മനോഹരമാണ്. അതിനെക്കുറിച്ച് കൂടി നമുക്ക് പറഞ്ഞു പോകണം. പിന്നെ ആ ഒരു ഭൂപ്രകൃതി എല്ലാം കൂടി ചേരുമ്പോഴത്തേക്കും വളരെ മനോഹരമാണ്. ഇപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും വിനോദസഞ്ചാരികളൊക്കെ അങ്ങനെ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സ്പോട്ടായി അതിനെ മാറ്റുകയാണ് എന്നുണ്ടെങ്കിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. അതേപോലെ നാട്ടുകാർ പറയുമ്പോൾ ഇരു കരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ആശ്വാസം എന്നുള്ള രീതിയിൽ കൂടിയാണ് ആ പാലം വന്നിരിക്കുന്നത്. പഴയൊരു അപകട യാത്രയും ഇനി വേണ്ട. മന്ത്രി OR കേളു ഈ പാലത്തിന്റെ ചില ആകാശ ഫോട്ടോകൾ പങ്കുവെച്ചതോടെയാണ് എല്ലാവരും ഈ പാലം ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അദ്ദേഹം MLA ആയിരിക്കുമ്പോൾ അവിടുത്തെ പഴയ തൂക്കുപാലത്തിൽ നിൽക്കുന്ന ഒരു ചിത്രവും ആ തൂക്കുപാലത്തിന്റെ ചിത്രവും അതോടൊപ്പം ഈ പുതിയ പാലത്തിന്റെ ചിത്രങ്ങളും ഒക്കെ കൂടിയാണ് പങ്കുവെച്ചത്. പിന്നീട് ആകാശ ദൃശ്യങ്ങൾ പകർത്തിയപ്പോഴാണ് ആ പാലത്തിൻ്റെ ഒരു ഭംഗി, ആ പാലം മാത്രമല്ല അതിൻ്റെ ഒരു പെയിൻറ്റും, അതുമാത്രമല്ല അതിൻ്റെ 2 വശത്തുമുള്ള അപ്രോച്ച് റോഡും ഒക്കെ വരുമ്പോൾ ഒരു H ഷേപ്പിൽ വളരെ ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. ആ പാലം കൂടി വന്നതോടെ അതിൻ്റെ മനോഹാരിത വർദ്ധിച്ചു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ ആളുകൾ സെൽഫി എടുക്കാനൊക്കെ വരുന്നുണ്ട്. ഒരുപക്ഷെ തിരുനെല്ലി നെട്ടറ പാലം പോലെ ഇപ്പോൾ തിരുനെല്ലി നെട്ടറ പാലം ഇതേപോലെ ദൃശ്യങ്ങൾ വൈറലായതിന് പിന്നാലെ ഒരുപാട് വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലമായി മാറി. അതുപോലെ തന്നെ ഈ പാലവും ഒരുപക്ഷെ അങ്ങനെ ആകാൻ സാധ്യതയുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് 2 കരയിലുമുള്ള മനുഷ്യരുടെ ജീവിതം മാറ്റിമറിക്കുന്ന ഒരു പാലം കൂടിയാണ്. അതാണ് അവിടുത്തെ നാട്ടുകാർ നമ്മളോട് പ്രതികരിച്ചത്. നമ്മൾ അവിടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതുവഴി വന്ന ആളുകളൊക്കെയാണ് വന്ന് അതിനെക്കുറിച്ച് പറഞ്ഞത്. അവർക്ക് ഈ തൂക്കുപാലത്തിൽ നിന്ന് ഉണ്ടായ അപകടവും മുമ്പ് തോണി മറിഞ്ഞൊരു ഉദ്യോഗസ്ഥൻ മരണപ്പെട്ട കാര്യവും ഒക്കെ അവർ പറയുന്നുണ്ടായിരുന്നു. പഴയ പാലത്തിന്റെ ആ ഒരു തൂക്കുമരപ്പാലത്തിന്റെ ആ ഒരു 2 ഫോട്ടോ അതിനകത്ത് റിപ്പോർട്ടിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയുള്ള ഒരു അപകടം പിടിച്ച യാത്രയൊന്നും ഇനി വേണ്ട, അങ്ങനെയുള്ള ആശങ്കയൊന്നുമില്ല. അപ്പം മനോഹരമായത് സ്ഥലം കൂടിയാണല്ലേ, എങ്ങനെ വൈറലാകാതിരിക്കും. ശരി കമൽ.